നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ചൂടുള്ള വിഷയമായി ക്ഷേമ പെൻഷൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് സമമാണ് എന്ന് കെ.സി. വേണുഗോപാൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ഇതിനെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ജനങ്ങളെ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് LDFന്റെ വാദം. എന്തായാലും നിലമ്പൂർ അംഗത്തിൽ ഈ ക്ഷേമ പെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു സൂപ്പർ പ്രൈം ടൈമിൽ. എന്നോടൊപ്പം ശ്രീ K. സരുൺകുമാർ CPM, ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ ഷാജി രാഘവൻ BJP എന്നിവർ. ആദ്യം ശ്രീ അബിൻ വർക്കി, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് ഭവന പദ്ധതി നിർത്തലാക്കുമെന്ന് MM ഹസൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. അന്നത് തിരിച്ചടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ നിരവധിയായ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് വരുന്നില്ലയോ എന്നുള്ളതല്ല, മാസം കിട്ടാനുള്ള പണം കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇരിക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് ഒരു ഗഡു 2 ഗഡു എന്നൊക്കെ പറഞ്ഞ് വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഗുണകരമാകുമോ? അല്ല, ഇതിനകത്ത് അഭിലാഷേ, ആ പ്രസ്താവന എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ജനത മുഴുവൻ കേട്ടതാണ്. ഇനി അത് മാത്രമല്ല, അത് വളരെ വ്യക്തതയുണ്ട്. അത് എത്രമാത്രം വക്രീകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ജനം വിശ്വസിക്കില്ല എന്നുള്ളത് ആദ്യം അഭിലാഷ് മനസ്സിലാക്കണം. ഇതിൻ്റെ കാര്യം എന്താണ്? ശ്രീ KC വേണുഗോപാൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു. അതാണ് ഒന്നാമത്തെ വിഷയം. നമുക്കറിയാം, അദ്ദേഹം തന്നെ ഉദ്ധരിച്ചു പറഞ്ഞു, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ നേരത്ത് ഏതാണ്ട് 6 മാസത്തോളമുള്ള ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ മുടങ്ങിക്കിടന്ന സമയത്ത് കൃത്യമായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് 2 മാസത്തെ 2 ഗഡുക്കൾ രണ്ട് ഗഡുക്കൾ കൊടുക്കുകയാണ്. ആ 2 ഗഡുക്കൾ കൊടുക്കുന്നത് ആരാണ്? ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് DBT സംവിധാനത്തിലൂടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നേരിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ആരാണ് നേരിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്? പ്രാഥമിക സഹകരണ ബാങ്കിലെ അവിടുത്തെ തൊഴിലാളികളാണ്, അല്ലെങ്കിൽ ജീവനക്കാരാണ്. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ജീവനക്കാർ. ഈ ജീവനക്കാർ കുറേ അധികം പ്രാഥമിക സഹകരണ സംഘങ്ങൾ CPMന്റെ കയ്യിലുണ്ട്. CPMന്റെ ജീവനക്കാരാണ് ചെല്ലുന്നത്. ഇവർ ചെന്നിട്ട് എന്താണ് പറയുന്നത്? 2 ഗഡുക്കൾ സർക്കാർ നമുക്ക് തന്നിട്ടുണ്ടോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത് CPMന്റെ എന്തോ മഹാത്മ്യമാണ് എന്നുള്ള തരത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള വിവരം നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ വളരെ കൃത്യമായി പറഞ്ഞത്. ക്ഷേമ പെൻഷനുകൾ ഇങ്ങനെ മുടക്കം വരുത്തി വളരെ കൃത്യമായി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 1-2 ഗഡുക്കൾ കൊടുത്ത് അതൊരു കൈക്കൂലി രൂപേണയാണ് എന്ന് CPMകാരെ കൊണ്ട് കൊടുപ്പിച്ച രീതിയിൽ പറയുന്നു. ഇതാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്. ഇതിനകത്ത് എന്താണ് തെറ്റുള്ളത്? ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്ഷേമ പെൻഷനുകൾ കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത് ഒട്ടേറെ നിയമസഭാ ചോദ്യോത്തരങ്ങളും ഒട്ടേറെ വിവർത്തനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. കേരളത്തിലെ മന്ത്രിമാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ്. ധനകാര്യ പ്രസിഡന്റാണെന്ന് അറിയാം. പിന്നെ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക വന്നിട്ടുണ്ട്, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക വന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില ഇൻസ്റ്റാൾമെന്റുകൾ കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം പറഞ്ഞാൽ അന്ന് വിഷുവും ഈസ്റ്ററും ഒരുമിച്ച് വന്ന ഏപ്രിൽ മാസത്തിൽ 2 ഗഡു ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു. അതിപ്പോൾ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ കൊടുക്കുന്നത് പോലെ ഉത്സവ സീസണിൽ ഇപ്പോൾ ആളുകൾക്കൊരു സന്തോഷവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആശ്വാസവും എന്നുള്ള നിലയിൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഉടനെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടും എന്നുള്ള നിലയിൽ നിങ്ങൾ കാണുന്നത് എന്തിനാണ്? അത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം ക്ഷേമ പെൻഷൻ ഇതുപോലെ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലയളവിൽ കൊടുത്തിട്ടും നിങ്ങൾ തന്നെയാണല്ലോ ജയിച്ചത്. അപ്പോൾ ആളുകൾ പണം വാങ്ങി വോട്ട് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്തിനാണെന്ന്? അഭിലാഷ്, പണം വാങ്ങി വോട്ട് ചെയ്യുമെന്നാണോ പറഞ്ഞത്? അതായത് ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി കേരളത്തിൽ മുടങ്ങുന്നു. അതാണ് ആ പ്രസ്താവനയിലെ ഫസ്റ്റ് മെസ്സേജ്. ആ മെസ്സേജിൽ നിങ്ങൾക്കാർക്ക് സംശയമില്ല. ഇനി ഓണവും വിഷുവും ഒന്നിച്ചു വന്നു, 2 ഗഡുക്കൾ കൊടുത്തു. ആ 2 ഗഡുക്കൾ കൊടുക്കുമ്പോൾ ശ്രീ അഭിലാഷ് 6 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ. 6 മാസം മുടങ്ങിക്കിടക്കുന്ന കേരളത്തിൽ 2 ഗഡുക്കൾ കൊടുത്തുകൊണ്ട് ഈ 2 ഗഡുക്കൾ കൊടുക്കാൻ പോകുന്നത് ആരാണ്? അത് അഭിലാഷിന് അതിൻ്റെ ഗ്രൗണ്ട് പരിശോധിച്ചാൽ അറിയാം. കൊടുക്കാൻ പോകുന്നത് പ്രാഥമിക സഹകരണ സംഘത്തിലെ ജീവനക്കാരാണ്. ഡയറക്റ്റായി വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നത്. ഇവർ പറയും, CPMകാർ നമ്മുടെ സർക്കാർ ക്ഷേമ പെൻഷൻ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ വീടുകളിലാണോ എത്തിക്കുന്നത്, ഇതൊരു കൈക്കൂലി രൂപേണയാണ്, മോഡലാണ് എന്നാണ് പറഞ്ഞത്. അത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ? ആരോടാണ് നിങ്ങളിത് പറയുന്നത്? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയോടോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ്സുകാരോടാണോ പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ
തർക്കവിധേയമാണ് ആരാണ് കൂടുതൽ പെൻഷൻ കൊടുത്തത്, എത്ര തുക കൊടുത്തു. നമുക്ക് ആ ഒരു തർക്കത്തിലേക്ക് പോകാം, അടുത്ത റൗണ്ടിൽ പോവാം. ഇതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ റിട്ടറിക്കിന്റെ അവസരമാണ് ആദ്യം. പക്ഷേ അരുൺകുമാർ, ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ക്ഷേമ പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചു, കൃത്യമായി കൊടുത്തു എന്നൊക്കെയുള്ളതായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട അവകാശവാദം. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നത് എന്തേ എന്ന് ചോദിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതാണ്. കൃത്യമായി അർഹരായ ആളുകൾക്ക്, അതും വലിയൊരു വിഭാഗമാണ്, 50 ലക്ഷത്തിലധികം ആളുകൾക്ക് കൃത്യമായി മാസാമാസം കൊടുക്കേണ്ട പെൻഷൻ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണല്ലോ ഈ കുടിശ്ശിക 1 ഗഡുവായും 2 ഗഡുവായും 3 ഗഡുവായൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അഭിലാഷേ, ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ള കാര്യം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. 2022 മാർച്ച് 31 വരെ ഒരു മാസത്തെ പോലും കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഓരോ മാസവും പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു. 2022 മാർച്ച് 31 ശേഷമാണ് പെൻഷൻ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയും കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വരുന്ന മാറ്റത്തെ തകർക്കാൻ വേണ്ടിയും ഒന്ന് പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെയും കിഫ്ബിയുടെ പ്രവർത്തനത്തെയും കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. വെറുതെ ഉൾപ്പെടുത്തുകയല്ല ചെയ്ത, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പൂർവ്വകാല പ്രഭാവത്തിൽ ഉൾപ്പെടുത്തി. അതായത് 2016 മുതൽ കൊടുത്ത പെൻഷൻ മുഴുവൻ കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പരിധിയിലേക്ക് പെടുത്തി. ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്താണ്. 6 മാസത്തെ വരെ കുടിശ്ശിക വന്നു. വലിയ തരത്തിൽ നമ്മൾ പല ഘട്ടത്തിലും അത് ചർച്ച ചെയ്തു. റൂൾ 300 പ്രകാരം കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു, കുടിശ്ശിക ഞങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും. ഓരോ മാസവും ഇനി കുടിശ്ശികയില്ലാതെ റെഗുലറൈസ് ചെയ്ത് തന്നെ കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ കുടിശ്ശികയുള്ളത് കൂടി ഞങ്ങൾ പടിപടിയായി വിതരണം ചെയ്ത് 2025 മെയ് 31 മുമ്പ് അത് പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ്. അതിനുശേഷം മാസം റെഗുലറായിട്ട് പോയി കുടിശ്ശികയും വിതരണം ചെയ്തു. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് 24/4/2025 അതായത് നിലമ്പൂര് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 31 ദിവസം മുമ്പ്. അതിലെന്താ പറഞ്ഞത്? സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ 1 കോടി കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി നൽകാൻ തീരുമാനിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. അതിനായി 1000 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 1800 കോടി രൂപയോളം വേണ്ടിവരും. ഓരോ ഗുണഭോക്താവിനും 3200 രൂപ വീതം ലഭിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 31 ദിവസം മുമ്പുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ധനകാര്യമന്ത്രിയുടെ. ആ സമയത്ത് യുദ്ധാന്തരീക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പേ ഉപേക്ഷിക്കപ്പെട്ടു എന്ന രൂപത്തിൽ രാജ്യത്ത് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണോ അർഹതപ്പെട്ടവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശികയുള്ള പെൻഷന്റെ 1 ഗഡു കൂടി കൊടുക്കാനും തീരുമാനിച്ചത്? ആ പെൻഷനാണ് ഇപ്പൊ കൈക്കൂലിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുക, പെൻഷൻ വർദ്ധിപ്പിച്ചതെല്ലാം കോൺഗ്രസ് ആണെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ കേരളത്തിൽ 45 രൂപയായി കർഷക തൊഴിലാളികൾക്ക് 1980 നായനാർ സർക്കാർ കൊണ്ടുവന്ന പെൻഷൻ, ആ പെൻഷൻ ഇന്ന് 1600 രൂപയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാലത്ത് വെറും 100 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ബാക്കി 1500 രൂപയും പെൻഷൻ വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്. ഈ ഫാക്ട് തെളിയിക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങ് പറയുന്നത് ചെയ്ത് ഈ ചർച്ചയിൽ നിന്ന് ഞാൻ പോകാം. 100 രൂപയാണ് ആകെ കോൺഗ്രസിന്റെ കാലാവധിയിൽ ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചത്. നിങ്ങൾക്കറിയോ? 600 രൂപയായിരുന്നു 2011. ആ 600 രൂപ നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 18 മാസത്തെ കുടിശ്ശിക വരുത്തി. 2014 നവംബർ ഡിസംബർ മാസത്തെ, 2015 ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസം, 2016 ജനുവരി മുതൽ ഏപ്രിൽ വരെ 4 മാസം, അങ്ങനെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് നിങ്ങൾ പോയത്. ഒരു സെക്കൻഡ് ഒന്ന് വഴങ്ങുമോ അരുൺകുമാർ? ഈ 18 മാസത്തെ കുടിശ്ശിക, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 1 മാസത്തെ കുടിശ്ശിക തീർക്കാനായി 1000 കോടി നീക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ 18 മാസത്തെ കുടിശ്ശിക തീർക്കാനായിട്ട് എത്ര കോടി രൂപ ഈ സർക്കാർ ചെലവഴിച്ചു? അന്ന് ഏകദേശം 6000-ലകം കോടി രൂപയാണ് ആ കുടിശ്ശിക അന്ന് വിതരണം ചെയ്യുക. കാരണം അന്ന് 600 രൂപ വീതം മതി. അല്ല, അങ്ങനെയല്ല. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അരുൺകുമാർ, 14ാം കേരള നിയമസഭയുടെ 19ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 425 രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് TM തോമസ് ഐസക് അന്നത്തെ ധനകാര്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. നിലവിലെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 1473 കോടി രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു. കുടിശ്ശികയുടെ കാലയളവ് വ്യത്യസ്ത ഗുണഭോക്താക്കൾക്ക് വ്യത്യസ്ത രീതിയിലാണ്. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസ്തുത കുടിശ്ശികയായ 1473 കോടി രൂപ 2016 ഓഗസ്റ്റ്, 2017 ഓഗസ്റ്റ് എന്നീ 2
ഗഡുക്കളായി വിതരണം ചെയ്തിട്ടുണ്ട്, 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. UDF പെൻഷൻ കുടിശ്ശിക വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾ പറയുന്ന അത്രയുമില്ല, 1437 കോടിയേ ഉള്ളൂ. അല്ല, ഒറ്റ മിനിറ്റ്. അല്ല അഭിലാഷേ, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൊടുത്ത ഒരു മറുപടി, അന്നത്തെ തോമസ് ഐസക് കൊടുത്ത മറുപടി അയച്ചിട്ടുണ്ട്. ചോദ്യം, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്ന് പറയാമോ? ചോദ്യം. ഉത്തരം, 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2027 മാർച്ച് വരെ 10 മാസത്തെ പെൻഷനും. അതായത് 2014 നവംബർ മുതലുള്ള എന്ന് വച്ചാൽ അന്ന് തുടങ്ങി ഈ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള 18 മാസം, അതോടൊപ്പം തന്നെ സർക്കാർ വന്നതിന് ശേഷമുള്ള 10 മാസം, അത്രയും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, അതിലേക്കായി എത്ര തുക ചെലവഴിച്ചു എന്ന് പറയാമോ? അതിന് മറുപടി, ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 4628 കോടി രൂപ ഇതിലേക്കായി ചെലവഴിച്ചിട്ടുണ്ട്. 428 കോടിയെ അന്നത്തെ 600 രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക, അപ്പൊ കിട്ടും എത്ര മാസമാണെന്ന്. ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ളതാണ്. അല്ല, പൊതുസമൂഹത്തിൽ ഉള്ള വിഷയത്തിൽ ഇതിലിപ്പോ നമ്മള് ഈ പറഞ്ഞ 2 കൂട്ടരായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, ചില പെൻഷനുകൾ ഒരുപക്ഷെ നവംബർ മുതൽ 2014 നവംബർ മുതൽ മുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മുഴുവൻ ക്ഷേമ പെൻഷനുകളും 2014 നവംബർ മുതൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം 2016 അവസാന നിയമസഭാ സമ്മേളനത്തിൽ അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി MK മുനീർ നൽകിയ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. വിവിധ മന്ത്രിമാർ അതാത് കാലങ്ങളിൽ നൽകിയ ഉത്തരം ഉണ്ട്. എന്തായാലും UDFന്റെ കാലത്തെ വളരെ സ്പെസിഫിക് ആയി നിലവിലെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നത് എന്ന രാജു അബ്രഹാമിന്റെ ചോദ്യത്തിന് 2017 അതായത് 2020 2020 തോമസ് ഐസക് നൽകിയ മറുപടി വളരെ കൃത്യമാണ്. 1473 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. ഞങ്ങൾ അത് 2 ഘട്ടമായി കൊടുത്തു തീർത്തു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക നിങ്ങൾ കൊടുത്തു തീർത്തു എന്നുള്ളത് ശരി, അത് 1437 കോടി രൂപയാണ് എന്നുള്ളത് വസ്തുതയാണ്. അത് TM തോമസ് ഐസക് എന്ന അന്നത്തെ ധനമന്ത്രി രാജു അബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടിയായി 2020 നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അതിൽ യാതൊരു തർക്കത്തിനും സ്കോപ്പില്ല. അഭിലാഷേ, അതായത് ഇതേ തോമസ് ഐസക് സഖാവ് തന്നെ കൃത്യമായിട്ട് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 4628 കോടി രൂപ ഇതിലേക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ കാലത്ത് കൊടുക്കാനുള്ളതല്ലേ? 4628 ഹരിച്ചാ മതി. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ എന്താണ് തർക്കമില്ല. മാസങ്ങൾ അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ കർഷക തൊഴിലാളികളുടെ പെൻഷന്റെ കാര്യം കൃത്യമായി പറയുന്നു. അന്ന് കൃത്യമായി ധരിക്കുക, 600 ഗുണം 32 ലക്ഷം എത്രയായിരുന്നു? 9311 കോടി രൂപ മതി UDFന്റെ കാലത്ത് 5 വർഷം കൊണ്ട് വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാർ തന്നെ ഈ 5 വർഷം കൊണ്ട് വിതരണം ചെയ്ത തുക 37,000 കോടി രൂപ 37,000 കോടി രൂപയാണ്. അതുപോലെ രണ്ടാം പിണറായി സർക്കാർ വിതരണം ചെയ്ത തുക ഇത് 72,000 കോടി രൂപയാണ്. അപ്പൊ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ചെലവഴിച്ചതിന്റെ 4 ഇരട്ടി ഒന്നാം പിണറായി സർക്കാർ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ആ തുക ഇപ്പൊ വിതരണം ചെയ്യുന്ന അവകാശമാണ്, അത് ആരുടെ ഔദാര്യമല്ല. ആ അവകാശത്തെയാണ് ഇവിടെ കൈക്കൂലി എന്ന് പറയുന്നത്. ആ വാചകം ഒന്ന് കേട്ടു നോക്കിയേ. കൃത്യമായി കൈക്കൂലി കൊടുക്കുന്നു എന്നാ പറഞ്ഞേ. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ 64 ലക്ഷം ജനങ്ങളെ 6 പേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ മേടിക്കുന്നവരാണ്. അവർ കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൈക്കൂലിക്കാരാണെന്ന് കോൺഗ്രസിന്റെ നയം പ്രഖ്യാപിക്കുകയാണ്. അതിശക്തമായി തന്നെ അതിൽ പ്രതികരിക്കും. ഇവിടെ ഇപ്പോ അരുൺ ഉന്നയിച്ച വാദത്തിന് ശ്രീ അബിൻ, ഇപ്പോൾ UDF സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പല ഘട്ടങ്ങളിൽ കുടിശ്ശികയായിട്ടുണ്ട്. അത് സർക്കാർ അതിന്റെ കാലാവധി പൂർത്തീകരിക്കുന്ന വേളയിൽ പോലും ചില തുക അല്ലെങ്കിൽ ചില സെക്ഷനുകളിൽ തുക കുടിശ്ശികയായി ബാക്കി നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ വസ്തുതകളെ നമുക്ക് തമസ്കരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒരു വസ്തുതയും തമസ്കരിക്കുന്നില്ല. അതിന് അടിസ്ഥാനപരമായ എല്ലാ ഡോക്യുമെന്റും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് വസ്തുത? എനിക്ക് ഒരൊറ്റ കാര്യം പറയുന്നത്, ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന സ്വരാജ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കാണിച്ചു തരാമോ? ഒരൊറ്റ പ്രാവശ്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ചോദ്യം ചോദിച്ചത് ശ്രീ സ്വരാജ് ആയിരുന്നു, അന്നത്തെ തൃപ്പൂണിത്തുറ അംഗം. എന്നാ ചോദിച്ചത് 26/4/2017. അന്ന് ധനകാര്യമന്ത്രി ആരാ? ശ്രീ TM തോമസ് ഐസക്. അദ്ദേഹമാണ് ഉത്തരം കൊടുത്തത്. എന്താണ് ഉത്തരം കൊടുക്കുന്നത്? 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാത്ത വാർദ്ധകാല പെൻഷൻ, അങ്ങനെ കുറച്ച് പെൻഷൻ 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു. 2015 ഫെബ്രുവരിയിലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു.
ആ സംവിധാനത്തിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം വന്ന കുടിശ്ശിക ഇനത്തിൽ 1389.58 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉത്തരം. ശ്രീ എം സ്വരാജിന്റെ ഉത്തരമാണിത്. 2 മാസത്തെ കുടിശ്ശികയാണ് എം സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക് പറഞ്ഞ ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാം ഞാൻ പറയട്ടെ ശ്രീ, ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവുമ്പോ ഒച്ച ഉണ്ടാക്കരുത്. താങ്കൾ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒച്ച ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. കാരണം എന്താ, എം സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക് പറഞ്ഞ ഉത്തരമാണ് 2 മാസത്തെ കുടിശ്ശിക. അതിനുശേഷം വന്നതിൽ DBT സംവിധാനത്തിൽ വന്ന പാകപ്പിഴ, അത് സർക്കാരിന്റെ കുഴപ്പമായിട്ടല്ല തോമസ് ഐസക് പറയുന്നത്. അത് തോമസ് ഐസക് തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ കർഷക പെൻഷന്റെ കാര്യം പറഞ്ഞുവല്ലോ. കർഷക പെൻഷന്റെ കാര്യത്തിൽ അതാ ഒരൊറ്റ ചോദ്യം ഞാൻ പറയാം. 15ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 328 8/6/2021 മറുപടി പറഞ്ഞത്, നിങ്ങൾ ഈ ക്ഷേമനിധി കർഷക പെൻഷന്റെ കാര്യം പറഞ്ഞു. കർഷക പെൻഷന്റെ ഗുണഭോക്താക്കൾ എത്ര പേരാണ്? 12,320 പേരാണ് എന്ന് 2011 UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് എത്രയാണ് പ്രതിമാസ പെൻഷൻ? 400 രൂപയാണ്. ഇനി 2011-16 സർക്കാർ അധികാരം 2011 വരുമ്പോൾ 16 പോകുമ്പോൾ എത്ര പേരാ ഗുണഭോക്താക്കൾ എന്നറിയോ? 3,48,672 പേര്. 12,000 പേർക്ക് കർഷക പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നിടത്തുനിന്ന് 3,30,000 പേരെ അധികമായി ചേർത്ത് 3,48,000 പേർക്ക് കർഷക പെൻഷൻ കൊടുത്തു. എത്രയാണ്? നിങ്ങൾ കൊടുത്തതിനേക്കാൾ 200 രൂപ കൂടുതൽ, 600 രൂപ. നിങ്ങളത് കൂട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഡിസബിലിറ്റി പെൻഷൻ സ്വാഭാവികമാണ്, 400 രൂപയായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ നേരം 1,100 രൂപയാക്കി. കാലാനുസൃതമായ മാറ്റം നിങ്ങൾ 1,500 കൊണ്ടുവന്നിട്ടുണ്ട്. പെൻഷന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്, അത് കാലാന്തരങ്ങളിൽ നടക്കുന്നതാണ്. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ 48 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ മസ്റ്റർ ചെയ്ത് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. നിങ്ങളത് 56 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നു. കാലാന്തരമായ മാറ്റമാണ്. ഇതിനകത്തൊന്നും തർക്കമില്ലല്ലോ ശ്രീ അരുൺകുമാർ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്. എന്താണ്? കുടിശ്ശിക വന്നു. കുടിശ്ശിക വന്നില്ല എന്ന് അരുൺകുമാർ പറഞ്ഞില്ലല്ലോ. കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയല്ലേ അരുൺ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ കുടിശ്ശിക ഉണ്ട്. കേരളത്തിൽ പെൻഷന്റെ തുകയിൽ കുടിശ്ശികയുണ്ട്. അത് തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്. 2024 തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ 6 മാസത്തെ പെൻഷൻ തുക ഈ പെൻഷൻ കുടിശ്ശിക വന്നത് ഇപ്പോ മാത്രമാണോ? പെൻഷൻ കുടിശ്ശിക വന്നത് ഇപ്പോൾ മാത്രമാണ്. നമ്മളിപ്പോൾ താങ്കൾ തോമസ് ഐസക് പറഞ്ഞ വിവിധ നിയമസഭാ ചോദ്യോത്തരങ്ങൾ പറഞ്ഞു. നോക്കൂ, MK മുനീർ P ശ്രീരാമകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി 15/2/2016 എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ കൊടുത്തിട്ടുള്ള മറുപടി, ഈ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ക്ഷേമ പെൻഷന് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്? 243.43 കോടി രൂപ. എത്ര പേർക്ക് അർഹമായ ക്ഷേമ പെൻഷനുകൾ 2016 ജനുവരി 30 കുടിശ്ശികയായിട്ടുണ്ട്? അതിൽ പറയുന്ന ഉത്തരം 26.27 ലക്ഷം പേർക്കായി 1,397.7 കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട്. ഇത് അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി MK മുനീർ P ശ്രീരാമകൃഷ്ണന് കൊടുത്തിട്ടുള്ള മറുപടിയാണ്. അതിനുശേഷം അദ്ദേഹം വിവിധ കുടിശ്ശികയുടെ കാര്യം പറയുന്നുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ 2015 സെപ്റ്റംബർ വരെ വിതരണം നടത്തി, ബാക്കി കുടിശ്ശികയായി. ഒക്ടോബർ മുതൽ കുടിശ്ശികയുണ്ട്. അസംഘടിത തൊഴിലാളി പെൻഷൻ 2015 മാർച്ച് വരെ വിതരണം നടത്തി, ബാക്കി കുടിശ്ശികയുണ്ട്. ഏപ്രിൽ മുതൽ കുടിശ്ശികയാണ്. മരം കയറ്റ തൊഴിലാളി പെൻഷൻ ഏപ്രിൽ മുതൽ ജൂലൈ 2015 വരെ വിതരണം നടത്തി, 2015 ഓഗസ്റ്റ് മുതൽ കുടിശ്ശികയാണ്. തൊഴിൽ വകുപ്പ് മുഖേന നൽകി വരുന്ന മറ്റ് ക്ഷേമ പെൻഷനുകൾ 2015 ജൂലൈ വരെ ആണ് അനുവദിച്ചിട്ടുള്ളത്, ബാക്കി കുടിശ്ശികയാണ്. ഇത് UDF സർക്കാരിന്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയിട്ടുള്ള ഫെബ്രുവരി മാസത്തിൽ നൽകിയിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ സർക്കാർ ഇറങ്ങിപ്പോവാൻ പോകുന്ന വേളയിൽ പോലും കുടിശ്ശിക ഇത്രയാണ് എന്ന് അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി കൊടുത്തിട്ടുള്ള ഉത്തരവാണ്, മറുപടിയാണ്. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ യാഥാർത്ഥ്യം അറിയിക്കുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം? അതെ, ജനങ്ങളെ യാഥാർത്ഥ്യം അറിയിക്കുക എന്നുള്ളതാണ്. അത് ശരിയാണ്. എന്തുകൊണ്ടാണ് കുടിശ്ശിക വന്നത് എന്നുള്ളത് ശ്രീ തോമസ് ഐസക് ഉത്തരം പറഞ്ഞില്ലേ? UDF കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കുടിശ്ശിക വന്നത് എന്നുള്ളത് തോമസ് ഐസക് ഉത്തരം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന പെൻഷൻ രീതി കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോ ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി കൊടുത്തതിൽ തെറ്റ് വന്നവർ, അല്ലെങ്കിൽ അത് കൃത്യമായി എൻറോൾ ചെയ്യാത്തവർ, ഇതുകൊണ്ട് DBT സംവിധാനത്തിൽ വന്ന പാകപ്പിഴ മൂലം
കുറച്ച് പെൻഷനുകളിൽ കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇത് MK മുനീർ അല്ലല്ലോ പറഞ്ഞേ. 2016 അവസാന കാലഘട്ടത്തിൽ ഇതുമൂലമാണ് പ്രശ്നമുണ്ടായതെന്ന് തോമസ് ഐസക് M സ്വരാജിനോടല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അന്ന് ആ തുക കൊടുക്കാതെ പോയതെന്ന്? ഇന്ന് ഈ തുക കൊടുക്കാതെ 6 മാസത്തെ തുക കൊടുക്കാനുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ലല്ലോ. KC വേണുഗോപാൽ പറഞ്ഞത് അവിടെ തന്നെയാണ്. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ നേരം 6 മാസത്തെ തുക കേരളത്തിൽ കൊടുക്കാനുണ്ട്. രണ്ട് ഗഡുക്കളായി അവർ കൊടുക്കാൻ വന്നവർ പ്രാഥമിക സഹകരണ സംഘത്തിലെ ജീവനക്കാരാണ്. കൊടുക്കാൻ വന്നവരൊക്കെ പറഞ്ഞത് നമ്മുടെ സർക്കാർ പണവുമായി വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുക്കലേക്ക് പണവുമായിട്ടാണ് വരുന്നത്, നമ്മുടെ സർക്കാരിന്റെ പണമാണിത്, ഞങ്ങളാണ് CPM ആണ് നൽകുന്നത് എന്നും പറഞ്ഞാണ് സഖാക്കന്മാർ വീട് കയറിയത്. ഇതിനെയാണ് ഈ ജനങ്ങളെ ഇകഴ്ത്തി അവരുടെ ദൈന്യതയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന CPM-ന്റെ ശ്രമത്തെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞത്. അല്ലാതെ പെൻഷൻ കേരളത്തിൽ ആരും പറഞ്ഞിട്ടുമില്ല. അത് നിയമം മൂലം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ കോൺഗ്രസ് പാർട്ടിയെ പറയുന്നത്, ഞങ്ങൾ അത് പറയോ ഇല്ല. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇപ്പൊ നോക്കൂ, പല സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിൽ ലാഡ്കി ബഹൻ സ്കീം പ്രഖ്യാപിച്ചതാണ് BJP-യുടെയും ശിവസേന വിഭാഗത്തിന്റെ ഷിൻഡെ വിഭാഗത്തിന്റെ വലിയ വിജയത്തിന് ഇടയാക്കിയത്. ശിവരാജ് സിംഗ് ചൗഹാന്റെ കാലത്ത് മധ്യപ്രദേശിൽ ഈ ലാഡ്കി ബഹൻ സ്കീം നടപ്പാക്കിയതാണ് അവിടെ തുടർഭരണം ഉണ്ടാകാൻ കാരണം. ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ എന്നുള്ളത് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വിവിധ സർക്കാരുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു ഡിസഡ്വാൻറ്റേജുമാണ്. സർക്കാരിന് ജനങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയും, ആ പണം കിട്ടുന്നു എന്നുള്ളത് ജനങ്ങൾ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കാനുള്ള കാരണമായേക്കാം എന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് ന്യായമായും ആശങ്കപ്പെടാം. ഈ പറഞ്ഞ ലാഡ്കി ബഹിനൊക്കെ പോലെ കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഭരണപക്ഷത്തിന് ആനുകൂല്യം ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? നോക്കൂ, ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് അഭിലാഷ്. നമ്മുടെ നാട്ടിൽ ഈ ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്നത് നമുക്കറിയാം, സമൂഹത്തിൽ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അവർക്ക് മരുന്ന് മേടിക്കാനും അവരുടെ നിത്യദാന ചെലവിനും ഒക്കെ ആയിട്ടാണ് സത്യത്തിൽ ഇവർ ഈ പണം ഉപയോഗിക്കുന്നത്. ആ പണം കൊടുക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുകയും സമയാസമയങ്ങളിൽ കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കണക്കാണ് അഭിലാഷ് ഉൾപ്പെടെ ഈ ഇതുവരെ പറഞ്ഞു വെച്ചത്. അതാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഈ ക്ഷേമ പെൻഷൻ പേടിക്കുന്ന ഈ പാവപ്പെട്ടവരൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദാര്യം എന്നുള്ള നിലക്കാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെ തലപക്കമുള്ള ഒരു നേതാവ് ശ്രീ വേണുഗോപാൽ, നമുക്കറിയാം കോൺഗ്രസ്സിലെ വളരെ സമ്പന്നനായ ഒരു നേതാവല്ലേ, അദ്ദേഹത്തിന് പോലും ഈ തരത്തിൽ പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ ഔദാര്യം എന്നുള്ള നിലക്കാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ഏതായാലും ഈ ചർച്ചയിൽ രണ്ട് മുന്നണികളും സമയാസമയങ്ങളിൽ ഇത് കൊടുക്കാത്തതിനെപ്പറ്റി കൃത്യമായ കണക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റുകളുടെ പ്രയോറിറ്റിയാണ് അഭിലാഷ് പ്രശ്നം, മറ്റൊന്നും അല്ല പ്രശ്നം. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാത്തതിനെപ്പറ്റി ആർക്കും എവിടെയും ഒരു പരാതിയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഈ നിലമ്പൂരിൽ നിങ്ങൾക്കറിയോ ഏറ്റവും അവസാനം കൊടുത്ത 16,681 കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുണ്ട് ഈ നിലമ്പൂർ. നിങ്ങൾക്കറിയോ? നെല്ല് ആരും ചർച്ച ചെയ്തില്ലല്ലോ. 10 ദിവസം മുമ്പാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നെല്ലിൻ്റെ റെക്കോർഡ് താങ്ങുവിലയാണ് പ്രഖ്യാപിച്ചത്. 2300 നിന്ന് കിൻഡല് 2369 രൂപയായിട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് സംസ്ഥാനത്ത് നെല്ലിൻ്റെ വില കുറച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാ. കിലോയ്ക്ക് എത്ര വരും? അതെ ഞാൻ പറഞ്ഞത് അല്ല, കിലോ കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവിലയേക്കാൾ കൂടിയ തുകയ്ക്കാണ് ഇവിടെ നെല്ല് സംഭരിക്കുന്നത്. സാർ, അതിന് സംസ്ഥാന ഗവൺമെൻറ് എത്രയാണ് കൊടുക്കുന്നത്? എത്രയാണ്? 8 രൂപ 90 പൈസ വരെ 4 കൊല്ലം മുമ്പ് കൊടുത്ത സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നത് 5 രൂപ ചില്ലാനുമാണ്. ഏതാണ്ട് 3-4 രൂപയുടെ അടുത്ത് സംസ്ഥാന ഗവൺമെൻറ് വെട്ടിക്കുറച്ച്. കാരണം എന്താണെന്നറിയോ? അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കർഷകൻ ആഗ്രഹിക്കുന്ന 34 രൂപയിൽ കൂടുതൽ ഇന്ന് കിലോയ്ക്ക് നെല്ലിന് ഈ കേരളത്തിലെ കർഷകന് കിട്ടുമായിരുന്നു. കേന്ദ്രം കഴിഞ്ഞ 4 വർഷമായി കൂട്ടിയപ്പോൾ ഏതാണ്ട് 4 രൂപയ്ക്കടുത്ത് കുറച്ച ഗവൺമെൻറ്റാണ് സംസ്ഥാനത്തുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് റെക്കോർഡ് താങ്ങുവിലയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെല്ലിന് കേരളത്തിൽ. അപ്പോൾ കേന്ദ്രം പറയുക മാത്രമല്ല, താങ്കൾ 1-2 സംസ്ഥാനങ്ങളിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. കേന്ദ്രം പ്രഖ്യാപിക്കുകയല്ല, ഞങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല കൊടുക്കുകയും ചെയ്യും. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഇവർക്ക് പ്രഖ്യാപനം മാത്രമേ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവരുടെ പ്രയോറിറ്റി ഈ ജനങ്ങളല്ലെന്നേ. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, നെല്ലിൻ്റെ ഈ വില പോലും ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോന്നേ? നിങ്ങളുടെ ഈ ഫ്ലോറിൽ വരെ ചർച്ച ചെയ്ത വിഷയമല്ലേ? പാവപ്പെട്ട കർഷകൻ കൊയ്തിട്ട നെല്ലിൻ്റെ പണം സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നം മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ? അത് പാലക്കാട് ആലപ്പുഴയിലുള്ള കർഷകർ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ ചർച്ച ചെയ്തതല്ലേ? എല്ലാം തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രശ്നം വിവിധ
വിവിധ തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞിട്ട് ഇപ്പോൾ ഭവന പദ്ധതി, PMAY പദ്ധതി, അതിൻ്റെ വിഹിതം ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ തരാതിരിക്കുക, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള SSA പദ്ധതി, അതിൻ്റെ വിഹിതം മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് തരാതിരിക്കുക, ആയുഷ്മാൻ ഭാരതിന്റെ 2023 വിഹിതം തന്നിട്ടില്ല, ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ബ്രാൻഡിങ് വെച്ചില്ല, അത് വെച്ചില്ല, ഇത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ 3 പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകൾ കേന്ദ്രത്തിന്റെ പെൻഷനാണ്. ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ. എത്ര തുച്ഛമായ തുകയാണ്, 200-300 രൂപയേ ഉള്ളൂ. ബാക്കി 1300-ഉം 1400 രൂപ സംസ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാ? 1600 രൂപ. ഇവിടെ ഒരാൾക്ക് കിട്ടുമ്പോൾ 200 രൂപയേ ഉള്ളൂ കേന്ദ്രത്തിന്റെ വിഹിതം. അതും 6000 പേർക്കാകെ, 6 ലക്ഷം പേർക്ക്. അല്ല അഭിലാഷേ, ഈ പറയുന്ന ബെനിഫിഷ്യറീസിനെ കണ്ടെത്തേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലേ? 6 ലക്ഷം ആയാലും 8 ലക്ഷം ആയാലും കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ സംസ്ഥാനത്ത് വന്ന് ബെനിഫിഷ്യറീസിനെ കണ്ടെത്തേണ്ടത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെ ഞാനത് ഓൺ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇവർ കേരളത്തിൽ എന്താ ഈ മുന്നണികൾ പറയുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ, എല്ലാ പ്രശ്നവും അവർ കേന്ദ്രത്തിന് ചാരും. ഇപ്പോൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം എന്താ? മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ്റിന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസത്തിലേക്ക് അനുവാദം കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ്. 3 ദിവസം കേരളം ചർച്ച ചെയ്തല്ലോ. എന്തേ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ധാരാളം 2, 3, 4 മന്ത്രിമാർ ഇപ്പോഴും ഡൽഹിയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവരൊരാൾ പോലും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടപ്പോൾ എന്തേ ഈ വിഷയം ഉന്നയിക്കാതിരുന്നത്? അപ്പോൾ ഇത് കേരളത്തിൽ പറയുന്ന ഒരു നാടകമാണ്, ബഹാനയാണ്. കുറ്റപ്പെടുത്തി കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് FCRA സംബന്ധിച്ച് അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ അനുവദിച്ചില്ല. ഇപ്പൊ മഹാരാഷ്ട്രക്ക് അതുമായി ബന്ധപ്പെട്ട അനുമതി കൊടുക്കുന്നു. ആവശ്യമുള്ളപ്പോഴാണല്ലോ ചോദിച്ചത്. 2018 കേരളത്തിൽ പ്രളയം വന്നത്. അപ്പോൾ വിദേശ സഹായം അവിടെ ആവശ്യമായിരുന്നു. സന്നദ്ധരായ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, തരാൻ സന്നദ്ധരായ ആളുകൾ ഉണ്ടായിരുന്നു. വാങ്ങിക്കരുതെന്ന് പറഞ്ഞു, വാങ്ങിച്ചില്ല. ഇപ്പൊ ഇവിടെ പ്രളയമില്ലല്ലോ, കേന്ദ്രത്തോട് പോയിട്ട് ഞങ്ങൾ സഹായം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാൻ. അഭിലാഷ് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ, പ്ലീസ് പറയാൻ അനുവദിക്കൂ. ഞാനതിലേക്കാണ് വരുന്നത്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ? ഈ 2018 ശേഷവും 2018 മുമ്പും പല സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടില്ല. ഇതൊരു നയത്തിൻ്റെ പ്രശ്നമാണ്. ആദ്യമായിട്ട് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയരൂപീകരണം നടത്തിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. അവിടെ പണം കൊടുത്തിട്ടില്ല, അല്ലെ പണം കൊടുക്കാനുള്ള അനുവാദം അല്ല, രജിസ്ട്രേഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന്. ഈ വിഷയം ഇത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അഭിലാഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയ ധനകാര്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് എന്തേ കേരളത്തിൽ മാറി മാറി ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ഇവരെന്തേ കേന്ദ്രത്തിൽ പോയിട്ട് ഈ പ്രശ്നം അവിടെ ഉന്നയിക്കാതിരുന്നത്? അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഞാനിത് പറയാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, കേരളത്തിൽ സാമ്പത്തിക മേഖലയിൽ അവരുടെ ധൂർത്ത് കൊണ്ടും അവരുടെ പിടിപ്പ് കൊണ്ടും ധനകാര്യ മേഖലയിലെ മിസ്മാനേജ്മെന്റ് കൊണ്ടും കടക്കണിയിലാകുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുകയാണ്. ഇതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ കെ സരുൺകുമാർ, ഈ പെൻഷൻ അതുപോലെ തന്നെ സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ തീർച്ചയായിട്ടും ഹോട്ട് ടോപ്പിക്കാണ്. ജനങ്ങളുടെ അഭിപ്രായത്തെ അത് സ്വാധീനിക്കാം എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കഴിഞ്ഞ സർക്കാർ തുടർച്ച നേടാനുള്ള കാരണം, 1ാം പിണറായി സർക്കാർ തുടർച്ച നേടാനുള്ള കാരണം പ്രത്യേകിച്ച് കോവിഡ് അടക്കമുള്ള സമയങ്ങളിൽ നന്നായി ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പെൻഷന്റെ കാര്യം മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, എൻഡോസൾഫാൻ അടക്കമുള്ള ദുരന്തബാധിതർക്കുള്ള ആനുകൂല്യങ്ങൾ, വിവിധ സ്കോളർഷിപ്പുകൾ, ഇവയൊക്കെ സമയബന്ധിതമായി കൃത്യമായി കൊടുത്തു തീർക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണല്ലോ. സമയബന്ധിതമായി കൊടുക്കാതെ ഞങ്ങൾ കുടിശ്ശിക കൊടുത്തു എന്നുള്ളത് വലിയ അഭിമാനാർഹമായ കാര്യവുമല്ല. എന്തായാലും കുടിശ്ശിക തീർക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ സർക്കാർ ഭരിച്ച് അവസാനിപ്പിച്ചു പോകുമ്പോൾ വരുത്തുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യവുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വെച്ചത് 2500 രൂപയായി ഞങ്ങൾ പെൻഷൻ ഉയർത്തും എന്നുള്ളതായിരുന്നു 2021. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2025 ആ വാക്ക് ഇതുവരെയും പാലിച്ചിട്ടില്ല എന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് താനും. അഭിലാഷേ, ഇത് വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം ഞാനും കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയും കോട്ട് ചെയ്തത് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന M സ്വരാജിന് തോമസ് ഐസക് ധനകാര്യമന്ത്രി കൊടുത്ത മറുപടി തന്നെയാണ്. അദ്ദേഹം അതിലെ 1ാമത്തെ മറുപടി ഭാഗികമായിട്ട് വായിച്ചു. 2ാമത്തെയും 3ാമത്തെയും ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ അങ്ങേക്ക് അയച്ചു തന്ന് ഞാൻ വായിച്ചത്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുക, സാധാരണക്കാർക്ക് ബോധ്യപ്പെടുക എന്നത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അപ്പൊ അങ്ങും പറഞ്ഞു 2014 നവംബർ, ഡിസംബർ, ജനുവരി വരെ കൊടുത്തിട്ടില്ലെന്ന് സമ്മതിച്ചു.
ഫെബ്രുവരിക്ക് ശേഷം കൊടുക്കാൻ കഴിഞ്ഞില്ല. തീരുമാനിച്ചിട്ടുണ്ടാകാം, ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വരി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പകുതി അങ്ങ് വിഴുങ്ങി. അവസാനം ഞാൻ വായിക്കാം. DTP സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരം യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലം ആരാ രേഖപ്പെടുത്തേണ്ടത്? ഗവൺമെന്റ് സംവിധാനമല്ലേ രേഖപ്പെടുത്തേണ്ടത്? തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും ജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ വന്നത് മൂലവും ആദ്യത്തെ 3 മാസം കൊടുക്കാൻ തീരുമാനിച്ചില്ല, ബാക്കിയുള്ളത് ലഭിക്കാത്തത് അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് കിട്ടിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 4628. അതുകൊണ്ട് മറുപടി ഒറ്റ പ്രശ്നം അരുൺകുമാർ, അല്ല ഒരു സെക്കൻഡ്, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? 2014 നവംബർ മുതൽ ഇങ്ങോട്ടുള്ള ഒരു മാസവും ക്ഷേമ പെൻഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മാസത്തെയും ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് അതിനവിടുത്തെ പ്രശ്നം വരുന്നത്. 2014 നവംബർ മുതൽ തുടർച്ചയായി 18 മാസം പെൻഷൻ മുടങ്ങിയിരിക്കുകയായിരുന്നു എന്നുള്ളത് വസ്തുതയല്ല. MK മുനീർ 2016 ഫെബ്രുവരി മാസം 15-ാം തീയതി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്ന ഒരു കാര്യം, പഞ്ചായത്ത് ഡയറക്ടർ ഓഫീസിലെ DBT സെൽ മുഖേന വിതരണം ചെയ്യുന്ന 2015 ഡിസംബർ മാസം വരെയുള്ള എല്ലാ ക്ഷേമ പെൻഷനുകളും നൽകിയിട്ടുണ്ട്. 2016 ജനുവരി മാസത്തെ പെൻഷൻ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് DBT സെൽ മുഖേന വിതരണം ചെയ്യുന്ന പെൻഷനുകൾ 2016 ജനുവരി വരെ വിതരണം ചെയ്യാൻ UDF-ന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് എല്ലാ പെൻഷൻകാരുടെയും പ്രശ്നമല്ല. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് വഴി ഉണ്ടായിരുന്ന പെൻഷൻകാരെ സംബന്ധിച്ച് കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ നടപ്പാക്കി വരുന്നതിനാൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് മുഖേന 2015 സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ തുകയ്ക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. അതായത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 4628 കോടി രൂപ ഇതേ ഹെഡിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ കോൺഗ്രസ് 12,000 പേർക്ക് മാത്രമേ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട്. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു. ഈ പെൻഷൻ ആരംഭിച്ച 1980 തന്നെ 2,94,000 പേർക്ക്, അതായത് ഇന്നേക്ക് 45 വർഷം മുമ്പ് 1980 തന്നെ 2,94,000 പേർ കർഷക തൊഴിലാളികൾ അതിന്റെ ഗുണഭോക്താവായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് 2011 ഞങ്ങൾ വരുമ്പോ 12,000 പേര് മാത്രമേ കർഷക പെൻഷൻ. ഇതൊക്കെ ചർച്ച ചെയ്യ്, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഉന്നയിച്ചത്? ഒന്ന്, ഈ പെൻഷൻ മുഴുവൻ കൈക്കൂലിയാണ്. 2, മലപ്പുറത്തെ അപമാനിച്ചു. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ നിരാഹാരം കിടന്നത് ആരാണ്? പ്രകടനം നടത്തിയതാരാണ്? പ്രതിഷേധം നടത്തിയതാരാണ്? പ്രക്ഷോഭം നടത്തിയതാരാണ്? ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം അന്യാധീനമായി പലതും വരാം. ശ്രീ അരുൺ, ആ വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ തോമസ് ഐസക്കിന്റെ മറുപടിയിലെ 4,628 കോടി 4,628 കോടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങ് വാദിച്ചു. ശരിയാണ്, 4,628 കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അത് UDF-ന്റെ കുടിശ്ശിക മാറ്റാൻ മാത്രമാണോ? 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെ 10 മാസത്തെ പെൻഷനും കൂടിയാണത്. എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ 10 മാസത്തെ പെൻഷനും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നതും ചേർത്താണ് 4,628 കോടി. ഈ കുടിശ്ശിക എന്ന് പറയുന്നത് 1,400 കോടിയാണ്. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക 1,400 കോടിയും പിണറായി സർക്കാരിന്റെ കാലത്തെ 10 മാസവും കൂടി ചേരുന്ന തുകയാണ് ഈ 4,628 കോടി രൂപ. അതെ, താങ്കളെ ഒന്ന് ആ പറഞ്ഞ തുകയെ അന്നത്തെ 600 രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്ക്. അപ്പൊ കൃത്യമായിട്ട് അറിയാം ഈ 2 മാസത്തെയാണോ കുടിശ്ശിക, 3 മാസത്തെയാണോ. അപ്പൊ പലർക്കും കിട്ടാത്തതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഞാൻ സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ നേരിടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. എന്നാൽ UDF എന്താണ് രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചത്? 1, മലപ്പുറത്തിന്റെ പേരിൽ, 2, പെൻഷന്റെ പേരിൽ, തൃശ്ശൂര് വോട്ട് കച്ചവടത്തിന്റെ പേരിൽ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കാൻ, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് UDF ഇത്തരത്തിലുള്ള യോഗങ്ങളും അവസരങ്ങളും വിനിയോഗിക്കുന്നത്. കാരണം അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല. ഞങ്ങൾ തന്നെയാണ് 900 കാര്യങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ഇന്നന്ന കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു, ഇന്നന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വികസനം എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലോ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത്. ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് കുറവ് വന്നത്, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ? ജനങ്ങൾ സമഗ്രമായിട്ട് പരിശോധിച്ചോട്ടെ. അതേ മണ്ഡലത്തിൽ തന്നെ 2,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് അനുവദിച്ചു തന്ന മുഖ്യമന്ത്രി എന്ന് CPM എന്ന് LDF-ൽ നിന്ന് പുറത്തേക്ക് പോയ MLA തന്നെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് മണ്ഡലത്തിലെ വികസനവും
ഈ സംസ്ഥാനത്തെ വികസനവും ദേശീയ രാഷ്ട്രീയവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാകട്ടെ. നുണ പ്രചരിപ്പിക്കാൻ ഇവർ ഇറങ്ങിയാൽ ആ നുണയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. പഴയതുപോലെ നുണ എപ്പോഴും അങ്ങനെ വേവില്ല, ഞങ്ങൾ അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ എന്തായാലും ഒന്ന് ജനങ്ങൾക്ക് വ്യക്തത വരുത്താൻ വേണ്ടി ഈ പെൻഷന്റെ ഓരോ ഘട്ടത്തിലെയും പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. VS സർക്കാർ 2011 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16,23,401 ആയിരുന്നു. ഇത് KN ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് കേട്ടോ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അന്ന് 400 രൂപ നിരക്കിലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 34,43,414 ആയിരുന്നു. ഗുണഭോക്താക്കൾ 34,43,414. അത് കഴിഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ പിന്നെ 5 വർഷം കഴിഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 47,72,279 ഉയർന്നു. ക്ഷേമനിധി പെൻഷനുകളും കൂട്ടിയാൽ 58,15,786 ഗുണഭോക്താക്കളാണ് നമ്മുടെ മുഴുവൻ പെൻഷൻ പദ്ധതികളുടെയും ആകെ ഗുണഭോക്താക്കളായി കേരളത്തിലുള്ളത്. ഓരോ സർക്കാരിൻ്റെ കാലത്തും കാലക്രമേണ 5 വർഷം കൂടുമ്പോൾ എന്തായാലും ഈ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത്. ഓരോ സർക്കാരും ചെലവഴിക്കുന്ന തുകയും കൂടുന്നുണ്ട്. 233 കോടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന മാസങ്ങളിൽ ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ അത് 1000 കോടിക്ക് അടുത്താണ്. സ്വാഭാവികമാണ്, ഇനി അടുത്ത സർക്കാരിൻ്റെ കാലത്ത് അതിലും ഉയരട്ടെ, ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. പക്ഷേ അബിൻ വർക്കി ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ ടച്ചി ആയിട്ടുള്ള വിഷയങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ച്, ഗുണഭോക്താക്കളെ സംബന്ധിച്ച്. ഇപ്പോൾ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി കുടിശ്ശിക ഇല്ലാതെ കിട്ടുക, പ്രത്യേകിച്ച് പ്രായമായവരും ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണല്ലോ ഈ പെൻഷൻ വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും മുട്ടായി വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കാനോ ഒക്കെ ഈ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിട്ടും, അടുത്ത ഗഡു കൂടി, കുടിശ്ശികയുള്ള ഗഡു കൂടി കിട്ടും എന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ഉണ്ടാവുന്നത് എന്നുള്ളത് അവർക്ക്, ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. യഥാർത്ഥത്തിൽ ഈ പെൻഷൻ വിഷയം ആയുധമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ ശ്രീ അരുൺകുമാറിൻ്റെ വാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങിയത് ഇപ്പോൾ താങ്കൾ തന്നെ കണ്ടതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം പച്ച നുണയാണ് എന്നുള്ളത് വസ്തുതാപരമായി നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനകത്തായിട്ട് ചേർക്കുന്നില്ല. കാരണം എന്താ, ഈ പെൻഷൻ്റെ വിഷയത്തിൽ എന്താണ് വിഷയം? ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്തെ 18 മാസത്തെ പെൻഷൻ മുടക്കം അതെങ്ങനെയാണ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. 4,628 കോടി രൂപ ഞങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക കൊടുത്തു. അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ കൃത്യമാണ്. ശ്രീ അരുൺകുമാർ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത്. കാരണം എന്താ, താങ്കൾ ഉദ്ധരിച്ച രേഖയിൽ തന്നെയാണ് പറയുന്നത് 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് മാസം 10 വരെ. 2016 ഏപ്രിൽ മാസത്തിൽ UDF സർക്കാർ മാറി സാർ. 2017 മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ LDF സർക്കാർ ഭരിച്ച 10 മാസത്തെ പെൻഷൻ തുകയും കൂടെ ചേർത്താണ് താങ്കൾ ഈ പറയുന്ന 4,628 വരുന്നത്. താങ്കൾ പച്ചക്കള്ളമാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി അധികം പറയുന്നില്ല. അത് അഭിലാഷ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അഭിലാഷ് ഇപ്പോൾ ഉദ്ധരിച്ച രേഖ ഞാനിപ്പോൾ അയച്ചതല്ലോ. ഇത് നിക്ക്, ഞാൻ പറയട്ടെ ശ്രീ അഭിലാഷ്, ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ, താങ്കൾ അയച്ചു എന്നൊന്ന് ഓർത്ത് അത് വേറെ ആരുടെയും കയ്യിൽ ഇല്ല എന്നോർത്തല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. കാരണം സത്യം അതിനകത്തുണ്ടല്ലോ. ഇപ്പം ഏകദേശം തെളിഞ്ഞു. കാരണം താങ്കൾ പറഞ്ഞത് പച്ചയായ നുണയാണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ആദ്യം വെല്ലുവിളിച്ചതാണല്ലോ. ഞാൻ അഭിലാഷിന് ഒരു രേഖ ഇപ്പോൾ അയച്ചു തന്നായിരുന്നല്ലോ. അഭിലാഷ് അതിലെ ചില കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചു. എന്താണ്? ഗുണഭോക്താക്കളുടെ എണ്ണം 2011 VS സർക്കാർ പോകുമ്പോൾ 16,23,401. 2016 ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ 34,43,000 എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഗുണഭോക്താക്കളെക്കാൾ 5 കൊല്ലം കൊണ്ട് ഇരട്ടിയിലധികം ഗുണഭോക്താക്കൾ വന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പൊ 2021 ആ 5 കൊല്ലം കൊണ്ട് എത്ര ഗുണഭോക്താക്കൾ വന്നു? കഴിഞ്ഞ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഹൈക്ക് നോക്കിയാൽ അത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനകത്തല്ല പരാതി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കർഷക പെൻഷന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഉത്തരവൊന്നുണ്ട്. എന്താണ്? ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ, അതിനകത്ത് കർഷക പെൻഷൻ പറയുന്നുണ്ട്. 2011 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം 12,320. കർഷക പെൻഷൻ മേടിക്കുന്നവർ പ്രതിമാസ പെൻഷൻ തുക 400. 2011-16 സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം 3,48,672. പ്രതിമാസ പെൻഷൻ തുക 600. ഞാൻ ഇത് തന്നെയല്ലേ വ്യക്തമാക്കിയത്? ശ്രീ അഭിലാഷിന് ഞാനത് അയച്ചു തന്നിട്ടുണ്ടല്ലോ. അഭിലാഷ് അത് കണ്ടിട്ടുമുണ്ടല്ലോ. ശ്രീ അരുൺകുമാറിന് മാത്രം അത് കാണാത്തതും അറിയാത്തതും എന്താണ് എന്നുള്ളതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. ശ്രീ അരുൺകുമാർ, എന്താണെന്നറിയോ? ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞതാണ്. ഈ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? 6 മാസത്തെ പെൻഷൻ മുടങ്ങി.
ആ മുടങ്ങിയ പെൻഷൻ 2 ഗഡുക്കളായി നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ശരിയാണ്, അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് കൊടുക്കാൻ പോയത് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ്. അവർ കൊടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ദാ CPM നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു. കാരണം CPM കാരാണല്ലോ ചെല്ലുന്നത്. CPM നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു, സർക്കാർ തന്നിട്ടുണ്ട്. ഇങ്ങനെ കൈക്കൂലി രൂപേണ നിങ്ങളാണ് പെൻഷനെ ആക്കാൻ ശ്രമിച്ചത്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇനി അതുമാത്രമല്ല, ഏറ്റവും രസകരമായ വസ്തുത അഭിലാഷ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ സഹകരണ ബാങ്കിൽ ഇത് കൊടുക്കാൻ പോകുന്ന ആ പാവപ്പെട്ട ജീവനക്കാരുണ്ടല്ലോ, അവരുടെ 40 രൂപയായിരുന്ന വേതനം 25 വെട്ടിക്കുറച്ചു. ഇനി അതും മാത്രമല്ല, അവർക്ക് കൊടുക്കാനുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പെൻഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ അന്വേഷിച്ചോ, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പെൻഡിംഗ് ആണ്. ഇതുപോലെ ഈ സർക്കാർ ഇതുപോലെ ദൂർത്താണ് അതിന്റെ ഇടയിൽ നടത്തുന്നത്. ആ കൊടുക്കാൻ പോകുന്ന പാവപ്പെട്ട ജീവനക്കാർക്ക് കഴിഞ്ഞ 5-8 മാസമായിട്ട് കൊടുക്കുന്നില്ല. ഇനി അത് മാത്രമല്ല, ഇപ്പോ ഒന്നാമത്തെ പ്രശ്നം, ഇപ്പോ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായില്ലേ എന്ന് ചോദിച്ചാൽ കുടിശ്ശികയായിരുന്നു. എത്ര ഗഡുവായിരുന്നു കുടിശ്ശികയായിരുന്നത്? 5 ഗഡു. ആ 5 ഗഡുവിലെ 3 ഗഡു ഇതിനോടകം കൊടുത്തു തീർത്തു. അടുത്ത ഗഡു കൊടുക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകിയത്, ഉത്തരവിട്ടത് ഏപ്രിൽ മാസത്തിലാണ്. അന്ന് തെരഞ്ഞെടുപ്പില്ല. അതായത് ഇപ്പൊ ബാക്കിയുള്ളത് 2 ഗഡുവാണ്, മുടങ്ങിക്കിടക്കുന്ന 2 ഗഡുവാണ്. മുമ്പ് 5 ഗഡു ഉണ്ടായിരുന്നു, അതിൽ 3 കൊടുത്തു തീർത്തു എന്നുള്ളത് കൊണ്ട് ഇനി ബാക്കിയുള്ളത് 2 ആണല്ലോ. അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ഇനി 2 ഗഡുവാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് കൊടുക്കാൻ കുറച്ചു നാൾ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് എന്ന ആരോപണം KC വേണുഗോപാലിനല്ല ആർക്കായാലും എങ്ങനെ ഉന്നയിക്കാൻ പറ്റും? അത് തന്നെയാണ് ശ്രീ അഭിലാഷ്. ഇത് മേടിക്കുന്ന ആളുകളുടെ അടുത്ത് ഏതെങ്കിലും CPM കാരൻ വന്ന് ഞങ്ങളിതാ ഇതങ്ങ് തന്നു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അവകാശമാണ് എന്നുള്ളതും ഇത് ഗഡുക്കളായിട്ട് വരുന്നത് നിങ്ങളുടെ കുടിശ്ശികയാണ് എന്നുള്ളതും കേരളത്തിലെ ആളുകളെ അങ്ങ് ബോധിപ്പിച്ചു. ഞങ്ങൾ കേരളത്തിൽ അതൊരു ചർച്ചയായി, ഞങ്ങൾ അതങ്ങ് ബോധിപ്പിച്ചു. 6 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ദൂർത്ത് കാര്യം പറയുന്നത്. ഈ 6 മാസം ഇവിടെ കുടിശ്ശികയായിട്ട് നിൽക്കുമ്പോ ശ്രീ അഭിലാഷ്, 4ാം വാർഷികം ആഘോഷിക്കാൻ 100 കോടി രൂപയാണ് മുടക്കിയത്. 100 കോടി രൂപ. ആ 100 കോടി രൂപയിൽ കുറച്ചെങ്കിലും കൊടുത്താൽ ഗഡുക്കൾ കൊടുക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ അതാണ് പറഞ്ഞത്, ദൂർത്തിന്റെ ഇടയ്ക്ക് കുടിശ്ശിക വരുത്തി. ആ കുടിശ്ശിക വരുത്തിയത് ഗഡുക്കളായി കൊടുക്കുന്നു. അത് നിങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല. ഇനി ഒറ്റ കാര്യം പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. BJPയുടെ പ്രതിനിധി ഇവിടെ ഏതാണ്ട് ഔദാര്യമല്ല അവകാശമാണെന്നൊക്കെ പറയുന്നത്. എന്റെ BJP പ്രതിനിധി ഇവിടെ പാവപ്പെട്ടവൻ കൊറോണ വൈറസ് മൂലം ഇവിടെ പ്രതിരോധ വാക്സിൻ എടുത്തപ്പോ ആ പൈസ കൊടുത്തെടുത്ത വാക്സിന്റെ കാർഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച അല്പന്മാരായ BJP സർക്കാർ വന്ന് ഇവിടെ ഔദാര്യത്തെ അവകാശത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നാൽ അതൊക്കെ നാഗ്പൂരിൽ ചെന്ന് എടുത്താൽ മതി. കേരളത്തിലൊന്നും അതാരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ആ വക ഇടപാടൊന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റേഡിയത്തിന് സ്വന്തം പേരിട്ട മഹാമനുഷ്യനാണ് ഇവിടെ ഔദാര്യത്തിന്റെ അവകാശത്തിന്റെ പേര് പറയുക. അതുകൊണ്ട് BJP പ്രതിനിധി കൂടുതൽ അങ്ങനെയുള്ള വർത്തമാനം ഒന്നും ഇവിടെ പറയണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. പിന്നെ മലപ്പുറം ജില്ലയെ ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്തു. ശ്രീ അരുൺകുമാർ, ഈ കഴിഞ്ഞ കുറച്ച് നാളിനിടയിൽ നിങ്ങളുടെ ഈ വിജയരാഘവൻ മാത്രം മലപ്പുറം ജില്ലയെ അപമാനിച്ചത് എത്രമാത്രമാണ്? മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ? ഹിന്ദു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്ത മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനമുണ്ട്. മലപ്പുറം ജില്ലയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു, അത് വർഗീയതയുടെ കേന്ദ്രമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അങ്ങനെയല്ലേ സർ? മലപ്പുറം ജില്ലയെ നിങ്ങൾ ഇകഴ്ത്തി ഒറ്റപ്പെടുത്തി വർഗീയവൽക്കരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ മലപ്പുറത്തേക്ക് അന്ന് മലപ്പുറം വിഷയത്തിൽ ഞാൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞപ്പോ മലപ്പുറംകാരനായ നിലമ്പൂരുകാരനായ സ്വരാജ് എന്നൊരു വാക്ക് പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ സാർ. ഞങ്ങളാരും കേട്ടില്ലല്ലോ സാർ. ഈ സ്വരാജ് സ്വന്തം ജില്ലയെ, നിലമ്പൂർ ഉൾപ്പെടുന്ന സ്വന്തം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചപ്പോ ഒന്നും പറഞ്ഞ് ഞങ്ങളാരും കേട്ടില്ലല്ലോ. അതാ പറഞ്ഞ ഇതിനൊക്കെ നിങ്ങൾ പകരം ചോദിക്കേണ്ടി വരും. ഇതിനൊക്കെ പകരം കിട്ടും. അത് തന്നെ ഞങ്ങൾ പറയും. ഉത്തരം പറയാനുള്ള അവസരം തരാം. എന്തായാലും ഹിന്ദു പത്രം തന്നെ ക്ലാരിഫൈ ചെയ്തിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞതല്ല. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഒരു PR ഏജൻസിക്കാരൻ കൊണ്ടുകൊടുത്തതാണ്. അത് പ്രസിദ്ധീകരിച്ചതിൽ ഞങ്ങൾക്ക് അക്ഷന്തവ്യമായ തെറ്റുപറ്റി എന്ന് ഹിന്ദു പത്രം തൊട്ടടുത്ത ദിവസം ക്ലാരിഫിക്കേഷൻ എഴുതിയിരുന്നു. ഞാൻ വരാം. ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDA സംബന്ധിച്ച് ഇതിപ്പോൾ മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂരിലൂടെ ദ്വന്ദ്വ യുദ്ധം നടക്കുന്നു. ഇപ്പോൾ ക്ഷേമത്തിന്റെ പേരിൽ ആരാണ് നന്നായി ഡെലിവർ ചെയ്ത് എന്നുള്ളതിന്റെ കാര്യത്തിലൊക്കെ അവർ തമ്മിൽ തർക്കം നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളൊരു കാഴ്ചക്കാരുടെ റോളിൽ മാത്രമാണോ? നോക്കൂ, ഇപ്പം ഒരു കാര്യം ബോധ്യമായല്ലോ. ഇന്നിപ്പോൾ കേരളത്തിലെ കുറേ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട്.
ഡൽഹിയിലുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഈ വരാൻ പോകുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും, ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും കേന്ദ്രം അവഗണിച്ചു എന്നുള്ള പരാതി പറയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു 2-3 മണിക്കൂർ മുമ്പാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി. എന്തു ആവശ്യപ്പെട്ടാണോ, എന്തു പറഞ്ഞാണോ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രത്തിൽ പോയത്, അതൊക്കെ വലിയ തോതിൽ കൺസിഡർ ചെയ്തു. ഏതാണ്ട് 6700 കോടി രൂപ റോഡ് വികസനം, ഹൈവേ അല്ല, റോഡ് വികസനത്തിന് വേണ്ടി അനുവദിച്ചു. റെയിൽവേക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വാരിക്കോരി കൊടുത്തു എന്ന് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞു. ദയവേത് ഈ മന്ത്രിമാർ കേരളത്തിൽ വന്നതിന് ശേഷം മാറ്റി പറയാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് നിലമ്പൂരെ തെരഞ്ഞെടുപ്പിലെങ്കിലും 2 മുന്നണികളെങ്കിലും ആ ഒരു മാന്യത കാണിക്കും എന്ന് ഞാൻ കരുതുക. ഇവിടെ ചർച്ച ചെയ്തു വന്നൊരു വിഷയത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഈ അബിൻ വർക്കി പല കാര്യങ്ങളും പറയുന്നത്. അബിൻ വർക്കി നരേന്ദ്രമോദിയുടെ പടമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അഭിമാനമാണ്. അബിൻ വർക്കി, ഇന്ന് നിങ്ങളുടെ നേതാവ് അലഹബാദ് കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ, ഒരവകാശം, ഒരു സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്തെ സൈന്യത്തെ നിങ്ങൾക്ക് അവഹേളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടു നടക്കുന്ന അബിൻ വർക്കിയെ പോലുള്ളവർക്ക് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വാക്സിനിന്റെ സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദിക്ക് കയറി നിൽക്കാൻ നാണാവില്ല. അബിൻ വർക്കി, നിങ്ങൾ സംസാരിച്ചപ്പോ, താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ താങ്കൾ സംസാരിച്ചപ്പോ എടുത്തിട്ടില്ല. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അബിൻ വർക്കി മര്യാദകേട് ചാനലില് നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്കുക. അബിൻ വർക്കി, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങളൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ? ചാനൽ ചർച്ചയിൽ ഒരു മര്യാദ വേണ്ടേ അബിൻ വർക്കി? എന്ത് മര്യാദ കേടാ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടോ? ഇല്ലല്ലോ. സാമാന്യ മര്യാദ കാണിക്കുന്നേ. നിങ്ങൾക്ക് ചാനലിൽ വന്ന് കാര്യങ്ങൾ പറയാൻ കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കൂ. ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിച്ചോളാം അഭിലാഷ് പ്ലീസ്. ഇവിടുത്തെ പ്രയോറിറ്റി, ഞാനതാണ് ഈ ഗവൺമെന്റുകളുടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണെന്നേ. യു പിയിൽ പോലും എത്ര പേരുണ്ടെന്നറിയോ? PSC മെമ്പർമാർ 6-7 പേരേ ഉള്ളൂ. ഇവിടെ 21 PSC മെമ്പർമാരുണ്ട്. നമ്മൾ ഈ ഫ്ലോറിലും ചർച്ച ചെയ്തല്ലോ. അവർക്ക് ലക്ഷങ്ങളല്ലേ വാരി കൊടുക്കുന്നത്. ഇവിടെ അബിൻ വർക്കി തന്നെ പറഞ്ഞു, 2ാം ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷം 100 കോടിയാണ് ചിലവാക്കുന്നത്. ഇതേപോലെ തന്നെ പിൻവാതിൽ നിയമനം, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയല്ലായിരുന്നു പിൻവാതിൽ നിയമനം. അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി എത്രയോ കോടികളിൽ ലക്ഷങ്ങളുമാണ് മുടക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റിന് എന്തിനു പ്രയോറിറ്റി ഇല്ല? ഈ പാവങ്ങളുടെ കാര്യത്തിൽ പ്രയോറിറ്റി ഇല്ലെന്നേ. പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെ കാര്യത്തിൽ ഇവർക്ക് പ്രയോറിറ്റി ഇല്ല. കർഷകന്റെ പാർട്ടിയാന്ന് ഇവർ പറയുന്നതേ ഉള്ളൂ. എന്തിന്? നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് സമരം ചെയ്ത ആശാവർക്കർമാർ, പാവപ്പെട്ടവർ, ഇത് അവരുടെ കാര്യത്തിൽ ഇവർക്ക് പ്രയോറിറ്റി ഉണ്ടോ? ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ ലക്ഷക്കണക്കിനുള്ള ഇവിടുത്തെ കേരളത്തിലെ ഗുണഭോക്താക്കൾ, അവരുടെ കാര്യത്തിൽ ഇവർക്ക് പ്രയോറിറ്റി ഉണ്ടോ? ഇതൊന്നും പറയാൻ അബിൻ വർക്കിയുടെ മുന്നണിക്കോ ഈ മുന്നണി CPMന്റെ മുന്നണിക്കോ താല്പര്യമില്ല, ചർച്ച ചെയ്യാനും താല്പര്യമില്ല. അവരതുകൊണ്ടാണ് വളരെ മനഃപൂർവ്വമായി, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും കേന്ദ്രത്തിന്റെ അവഗണന കൊണ്ട് കേരളത്തിലൊന്നും നടപ്പാക്കിയില്ല എന്ന് ഈ 2 മുന്നണികൾക്ക് കേരളത്തിൽ പറയാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പെങ്കിലും ആ മാന്യത കാണിക്കണം എന്ന് മാത്രമാണ്. ശരി, ഞാൻ അരുണിന് മറുപടി പറയാൻ അവസരം തരാം. മലപ്പുറം വിഷയം വരും. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. ഇടവേള ചർച്ചയിലേക്ക് വരും. ശ്രീ അരുൺകുമാർ, ഈ ക്ഷേമരാഷ്ട്രീയം ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു അതിനെ വെല്ലുന്ന വൈകാരിക വിഷയമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മലപ്പുറത്തെ അപഹസിച്ചത് ആരാണ് എന്ന ഡിബേറ്റ് കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് തന്നെ കോൺഗ്രസ് എതിരായിരുന്നു എന്ന് മറുപടിയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഒക്കെ ആയിരിക്കുമോ വിധിയെഴുത്ത്? അതോ കുറെ കൂടി ആഴത്തിൽ ഗവേണൻസ് സംബന്ധിച്ച് അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമോ? എന്തു തോന്നുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരുമെല്ലാം വികസനത്തിന്റെ രാഷ്ട്രീയം, ക്ഷേമ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയം, പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കുന്നതിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഒരു നവകേരളം, വിജ്ഞാന കേരളത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കപട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനാധിപത്യപരമായി ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ഇത് കുട്ടി പാകിസ്ഥാൻ ആകും എന്നു പറഞ്ഞ് സമരം നടത്തി നിരാഹാരം കിടന്ന നേതാവിന്റെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നാണ്. ഇപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പിതാവാണ് 34 കൊല്ലം MLA ആയിരുന്ന ഈ ആര്യാടൻ മുഹമ്മദ്. അതുപോലെ സന്തോഷ് മാധവൻ അടക്കം ചില സ്വാമികളെ അറസ്റ്റ് ചെയ്തപ്പോ ഇതേ ഈ ആചാര്യനായിട്ടുള്ള തങ്ങളുടെ കുടുംബത്തിൽ പോയി റെയ്ഡ് നടത്തണം, പരിശോധന നടത്തണം എന്ന് പറഞ്ഞത് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ്. അതുപോലെ തന്നെ 2003 കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ AK ആന്റണി പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചൊലുത്തി അനധികൃതമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. സംഘടിത ശക്തി ഉണ്ടെന്ന് കരുതി ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന ന്യൂനപക്ഷങ്ങൾ കരുതരുത്. കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കേരള സമൂഹത്തിലും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്, ആനുകൂല്യങ്ങൾ നേടുന്നതും ന്യൂനപക്ഷമാണ്.
കെ ആന്റണി പ്രസംഗിച്ചതാണ്. അപ്പോൾ ആരാണ് മലപ്പുറം ജില്ലക്കെതിരെ പ്രവർത്തിച്ചത്, ആരാണ് ന്യൂനപക്ഷത്തിനെതിരെ പ്രതികരിച്ചതെന്ന് കൃത്യമായി 100% നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. പിന്നെ എഴുതാത്ത ലേഖനത്തിന്റെ പേരിൽ, പറയാത്ത അഭിപ്രായത്തിന്റെ പേരിൽ ഹിന്ദു ഒരു ലേഖനം എഴുതി. ഹിന്ദു തന്നെ ജേർണലിസത്തിലുണ്ടായ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഖേദം രേഖപ്പെടുത്തി. അത് അത്തരത്തിൽ ഒറ്റ മിനിറ്റ് ഇടപെടലേ. ഇവിടെ എന്തുകൊണ്ടാണ് മലപ്പുറം ഞാൻ പറയാം, ഇവിടെ അവിടുത്തെ ഒരു വിമാനത്താവളത്തിൽ ഇത്ര ക്രിമിനൽ കേസുകൾ പിടിച്ചിട്ടുണ്ട്, ഇത്ര തൊണ്ടി സാധനം പിടിച്ചിട്ടുണ്ട്, ഇത്ര സ്വർണം പിടിച്ചിട്ടുണ്ട് എന്ന കണക്ക് വരുമ്പോ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് UDF നേതാക്കന്മാർക്ക് തോന്നാൻ കാരണം അത് ജില്ലയെ അപമാനിക്കുന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് അവർക്ക് തോന്നാൻ കാരണം ഒരു വിമാനത്താവളത്തിൽ പിടിച്ച അനധികൃതമായിട്ടുള്ള സാധനങ്ങളുടെ കണക്ക് വെച്ച് അതിന്റെ ഡേറ്റ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത് പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പറയാൻ കാരണം എന്താ? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. തെറ്റ് ചെയ്തിട്ടുണ്ടോ കൃത്യമായിട്ട് നടപടിയെടുക്കും. കുറ്റം അവരെ കൃത്യമായിട്ട് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ആ നടപടി തന്നെയാ സ്വീകരിച്ചേ. നമ്മുടെ മുന്നിൽ മുത്തങ്ങ വെടിവെപ്പുണ്ട്, നമ്മുടെ മുന്നിൽ ഇതേ മാറാട് കലാപമുണ്ട്, 2ാം കലാപമുണ്ട്. ഇതെല്ലാം സംഭവിച്ചത് ഏത് സമയത്താണ്, ആര് ഭരിക്കുമ്പോഴാണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. എത്ര നിരപരാധികളെ കൊന്നൊടുക്കിയത് നമ്മുടെ മുന്നിലുണ്ട്. ഒരു വർഗീയ കലാപങ്ങളും ഇല്ലാതെ 9 കൊല്ലമായി കേരളത്തെ കൊണ്ടുപോകുന്നു. മികച്ച പോലീസിംഗ് ആയിട്ട് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ തോന്നിവാസം നടത്തിയിട്ടുണ്ടെങ്കിൽ 108 പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വാ, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, ഇത്തരത്തിലുള്ള ഉടായ്പകളുമായി നിങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ അതിശക്തമായിട്ടുള്ള പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട്. ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തോടെ സ്വരാജ് നിയമസഭയിലേക്ക് വീണ്ടും ഒരു സംശയം വേണ്ട. ശ്രീ വളരെ കടുത്ത രാഷ്ട്രീയ പോരാട്ടവുമാണ് അവിടെ. ശ്രീ അബിൻ വർക്കി ഇപ്പോൾ ഈ മലപ്പുറത്തെ അപമാനിച്ചു അല്ലെങ്കിൽ തങ്ങൾമാരെ വിമർശിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ള പ്രശ്നം 2 വശവും വരും. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് ആയാലും മകൻ ഷൗക്കത്ത് ആയാലും വളരെ നിശിതമായ നിലപാടുകൾ പല വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഞാനതിനെ ഗുണപരമായി കാണുന്ന ആളാണ്. പക്ഷേ ഇങ്ങനത്തെയുള്ള കേവല രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, മലപ്പുറത്തിനെതിരെ നിരാഹാരം ഇരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യം അപ്പുറത്തുനിന്നും വരും. അത്തരം വിഷയങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടി ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതല്ലേ നല്ലത്? ശ്രീ അഭിലാഷ്, ഞങ്ങളത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? CPM കുറച്ച് കാലമായിട്ട് മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്തി അത് വർഗീയ ജില്ലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, എനിക്കതിന് സമയം തരണം. അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഏപ്രിൽ 18, 2017 ഒരു പ്രസ്താവന നടത്തി. എന്താണെന്നറിയോ? മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയത. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇനി വിജയരാഘവൻ്റെ പ്രസ്താവനയാണ്. ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് മുസ്ലിം തീവ്രവാദികൾ. വിജയരാഘവൻ. EP ജയരാജൻ ജനുവരി 13, 2019 ആലപ്പാട് നടന്ന ഖനന വിരുദ്ധ സമരത്തിൽ അദ്ദേഹം പറഞ്ഞത് സമരക്കാർ മലപ്പുറത്തുകാർ. ആരാണ് പറഞ്ഞത്? EP ജയരാജൻ. ഇനി കോടിയേരി ബാലകൃഷ്ണൻ മെയ് 8, 2018 ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തി. എന്താണ്? മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ ദേശീയപാത സമരത്തിൽ 7 ഏപ്രിൽ 2018 പറഞ്ഞത്. മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ. ഞാനിത് മുഴുവൻ അയച്ചുതരാം, എൻ്റെ ഇതിന്റെ കട്ടിക്കൊണ്ട് സാർ. പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞതാണ്. ഇനി വിജയരാഘവൻ മാത്രം പറഞ്ഞത് ഞാനങ്ങ് പറയാം. ഏറ്റവും വലിയ വർഗീയത, ന്യൂനപക്ഷ വർഗീയത 18 ഫെബ്രുവരി 2021 LDF വികസന മുന്നേറ്റ യാത്രയിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി മതമൗലികവാദ ചേരിയിലേക്ക് വഴിമാറി. 21 ഡിസംബർ 2020 മുന്നോക്ക സംവരണ ബില്ലുമായി നടന്ന ചർച്ചയിൽ വിജയരാഘവൻ പറഞ്ഞത് മുന്നോക്ക സംവരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന്. വിജയരാഘവൻ 1 ഫെബ്രുവരി 2021 മുന്നോക്ക സംവരണം നടത്തിയതിന് സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നവർ വർഗീയവാദികൾ. അത് വിജയരാഘവൻ. 26 ഒക്ടോബർ 2020 സാദിഖലി തങ്ങളുടേത് സാക്കീർ നായിക്കിന്റെ നിലപാട്. ആരാ പറഞ്ഞത്? വിജയരാഘവൻ. 17 ഓഗസ്റ്റ് 2020 പാലത്തായിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ ശ്രീ, ഞാൻ പറയട്ടെ അരുൺകുമാർ, എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ അരുൺകുമാർ, ഞാൻ പറയട്ടെ. പൊള്ളല്ലേ ഞാൻ പറയുമല്ലേ? പൊള്ളല്ലേ സാർ, പൊള്ളല്ലേ സാർ, ഞാൻ പറയട്ടെ പൊള്ളല്ലേ? ദേശീയവാദ വികസനം തടസ്സപ്പെടുത്തിയത് മുസ്ലിം തീവ്രവാദികൾ. സ്വരാജ് പറഞ്ഞത് ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കുറച്ച് നാളായി പഞ്ചായത്തുകളുടെ എണ്ണം കൂടുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അത്രത്തോളം പാപക്കറ മലപ്പുറത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്.
സമയം പോയി. നമുക്ക് പോകാം. ഈ പറയുന്നത് ഞങ്ങൾക്ക് അഭിലാഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അഭിലാഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മലപ്പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമല്ലേ അഭിലാഷ് ഈ ചർച്ച മുഴുവൻ ഒരു വിഭാഗത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നത്? എന്തുകൊണ്ട് SNDPയുടെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, അതുവരെ ആരും ചർച്ചയ്ക്ക് എടുക്കുന്നില്ലല്ലോ. മലപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഈ നടക്കുന്നത്. ഒരു വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. SNDPയുടെ ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് പറഞ്ഞ കാര്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അത് ചർച്ച ചെയ്യണ്ടേ? ഉപരിപ്ലവമായ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ അർത്ഥപൂർണമായ ചർച്ച ഇനി അങ്ങോട്ട് നടക്കട്ടെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് വിചാരിക്കാം. വളരെ നന്ദി. ഷരുൺ കുമാർ, ഷബിൻ വർക്കി, ഷിഷാജി, വളരെ നന്ദി. സൂപ്പർ പ്രൈം അവസാനിക്കുന്നു. നമസ്കാരം.